നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാർട്ടി സുരക്ഷയിൽ പ്രൊഫഷണൽ കൊട്ടേഷൻ സംഘങ്ങൾ വളരുകയാണെന്ന് ഷാഫി പറമ്പിൽ MP. എരഞ്ഞോളിയിലെ ബോംബ് സ്ഫോടനത്തിന്റെ ചരട് CPMന്റെ കയ്യിലെന്നും പോലീസിന് സ്വതന്ത്രമാക്കി വിടണമെന്നും ഷാഫി പറമ്പിൽ. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി. KSU കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ സംഘർഷം, പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടി. ജലപീരങ്കി പ്രയോഗവും അറസ്റ്റും. ഇന്ന് ദേശീയ വായനാ ദിനം. വായനയുടെ മാധുര്യത്തെ മലയാളികൾക്ക് പകർന്നു നൽകിയ PN പണിക്കരുടെ ചരമദിനത്തിൽ സ്കൂളുകളിൽ വായനാ മത്സരങ്ങൾ. വാരം UPയിലും കൂടാളി രാമഗുരു സ്കൂളുകളിലും വിവിധ പരിപാടികൾ. വാർത്തകൾ വിശദമായി. പരാജയ സങ്കല്പങ്ങളുടെ പൂർണ്ണതയാണ് പോലീസും ആഭ്യന്തരമന്ത്രിയുമെന്ന് ഷാഫി പറമ്പിൽ MP. പോലീസിനെ കൊണ്ട് 10 പൈസയ്ക്ക് ഗുണമില്ല. ബോംബ് നിർമ്മിച്ചവരെ കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മുഖം നോക്കാതെ നടപടിയെടുക്കാൻ പോലീസിന് അനുമതി നൽകണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. തലശ്ശേരിയിൽ നടന്ന സ്ഫോടനത്തിൽ മരിച്ച വേലായുധന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ MP. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ബോംബിന്റെ ബാക്കിയാണ് തലശ്ശേരിയിൽ പൊട്ടിയത്. മൈനുകൾ പോലെ ബോംബുകൾ കുഴിച്ചിടാൻ കണ്ണൂർ എന്താ യുദ്ധഭൂമിയാണോ എന്നും ബോംബ് സ്ഫോടനത്തിൽ മരിച്ച വേലായുധന് അന്തിമോപചാരം അർപ്പിച്ച ശേഷം ഷാഫി പറമ്പിൽ ചോദിച്ചു. ഇനി എവിടെയൊക്കെ ഇതിന്റെ ബാക്കി എന്ന് അറിഞ്ഞൂടാ. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇനിയെങ്കിലും നിർദ്ദേശം കൊടുക്കണം. രഹസ്യമായിട്ടെങ്കിലും പോലീസിന് ആ വിവരം കൊടുക്കണം. എവിടെയൊക്കെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ എടുത്തു മാറ്റുന്നില്ലെങ്കിൽ പോലീസെങ്കിലും ചെന്ന് എടുത്തു മാറ്റട്ടെ. ഇനിയും അറിയാതെ കുട്ടികൾ കളിക്കുന്നിടത്തോ തേങ്ങ വെറുക്കുന്നിടത്തോ വയസ്സായ ആളുകൾ ചെല്ലുന്നിടത്തോ ഒക്കെ പൊട്ടി ആളുകൾ മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കണം. ഇതൊന്നും ഈ നാടിൻ്റെ പ്രത്യേകതയല്ല, ഈ നാടിൻ്റെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുമല്ല. ഇതൊക്കെ വളരെ ചുരുക്കം ചില ക്രിമിനലുകൾ രാഷ്ട്രീയ തണലിൽ വളർന്നിട്ട് ഈ നാടിനോട് ചെയ്യുന്നതാണ്. അത് അവസാനിപ്പിക്കണമെന്ന് നാടിൻ്റെ സമാധാനത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടുന്നു. പക്ഷെ പോലീസ് എന്നൊരു സംവിധാനം ഉണ്ടല്ലോ ഇവിടെ. അവർ ആക്ട് ചെയ്യേണ്ട അടുത്ത് ചെയ്യണ്ടേ. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകൻ്റെ വീട്ടിലേക്ക് എറിഞ്ഞു, RMP പ്രവർത്തകൻ്റെ വീട്ടിലേക്ക് എറിഞ്ഞു, ലീഗ് പ്രവർത്തകയുടെ വീട്ടിലേക്ക് എറിഞ്ഞു. ഒരാളെ പോലും നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ദിവസം വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പോലീസിന് എന്താ അവിടെ പണി? പോലീസും ആഭ്യന്തര വകുപ്പുമാണ് ഒന്നാം പ്രതി. പരിപൂർണ പരാജയ സങ്കല്പങ്ങളുടെ പൂർണ്ണതയാണ് ഈ കാര്യങ്ങളിൽ. ബോംബ് കേസുകളിൽ കേരളത്തിലെ ആഭ്യന്തര മന്ത്രിയും ആഭ്യന്തര വകുപ്പും പോലീസും അവർക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, അവരെ അനുവദിക്കാഞ്ഞിട്ടാണ്. തലശ്ശേരി എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ വെളിപ്പെടുത്തലുമായി പ്രദേശവാസിയായ യുവതി. പ്രദേശത്ത് പതിവായി ബോംബ് നിർമ്മാണം നടക്കുന്നതായും പലതവണ പറമ്പുകളിൽ നിന്ന് ബോംബ് കണ്ടെടുത്തിട്ടുണ്ടെന്നും ഇന്നലെ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച വേലായുധന്റെ അയൽവാസി സീന പറഞ്ഞു. പേടിച്ചിട്ടാണ് ആരും മിണ്ടാത്തതെന്നും സഹികെട്ടാണ് തുറന്നു പറയുന്നതെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. നമുക്ക് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ല. അപ്പോൾ നമുക്ക് നിങ്ങൾ ദയവ് ചെയ്ത് എന്തെങ്കിലും ചെയ്തുതരാം. ഇവിടെ എല്ലാവർക്കും അറിയാം സത്യമായ കാര്യമാണ്. പക്ഷെ എല്ലാവരും ഭയന്നിട്ട് ഈ വീട് ഞങ്ങൾ വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു 10-15 വർഷം മുമ്പ്. അപ്പോൾ ഈ വാടക കൊടുത്തിട്ട് വാടകക്കാരൊക്കെ പേടിച്ചിട്ട് പോയിട്ട് അവർ വന്നാണ് ഇതിൻ്റെ മുമ്പിൽ ബോംബുണ്ട്, നമുക്ക് പേടിയാവുന്നു. ആ ബോംബ് അവർ കൊണ്ടുവച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പേടിയാവുന്നതിന് വാടകക്കാർ വാടക ഒഴിഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾ ഈ വീട്ടാകും ഈ വീടിൻ്റെ പറമ്പത്തിൽ നിന്ന് 3 ബോംബ് ഇവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പോലീസിനൊന്നും ഇവർ പറയാൻ ഞങ്ങൾ ഇവിടെ ആൾക്കാർ പാർട്ടിക്കാരെടുത്തോണ്ട് പോയിട്ടുണ്ട്. അമ്മ എത്രകാലം പിടിച്ചേക്കാൻ പറ്റും? എത്രകാലം പിടിച്ചേക്കാൻ പറ്റും? അത് 10-15 വർഷം മുമ്പേ ഞങ്ങളുടെ ഈ വീട് വാടക കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോഴേ ഇതുണ്ട്. ഇപ്പൊ ഒരാൾ മരിച്ചുകൊണ്ട് ഇത് വെളിയിൽ വന്നു. ഇത് പിന്നെ ഇങ്ങനെ തന്നെ ഞങ്ങള് ജനിച്ചപ്പോ തന്നെ ഈ ഒച്ചപ്പാടും ബഹളവും കേൾക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ പാട്ടും. ഒരു ഹബ്ബാണ് ഇവരുടെ. എവിടെയാണത്? അത് ഇതിന്റെ അടുത്തായിരുന്നു ആളൊഴിഞ്ഞ വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ. പാർട്ടിക്കാർ ഇതിനു മുമ്പും പലതവണ ബോംബ് എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. ആളൊഴിഞ്ഞ വീടുകളെല്ലാം ഇവരുടെ താവളങ്ങളാണ്. പലരും പേടിച്ചിട്ടാണ് മിണ്ടാതിരിക്കുന്നത്. മിണ്ടിയാൽ അവരുടെ വീടുകളിൽ ബോംബെറിയും, പിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല. ഞങ്ങൾ സാധാരണക്കാരാണ്, ഞങ്ങൾക്ക് ജീവിക്കണം. ഇന്നലെ മരിച്ചത് ഒരു സാധാരണക്കാരനാണ്. ഭയമില്ലാതെ ജീവിക്കണം. ഞങ്ങളുടെ കുട്ടികൾക്ക് പറമ്പിലൂടെ കളിച്ചു നടക്കാൻ കഴിയണമെന്നും സീന മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന 128 ഗ്രാം കഞ്ചാവുമായി യുവാവ് എക്സൈസ് പിടിയിൽ. മാതമംഗലം MM ബസാർ സ്വദേശി A അഷ്കറാണ് പിടിയിലായത്. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ KK ഷിജിൽ കുമാറിന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് ചിറവക്കിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ഇയാൾ ഓട്ടോ സഹിതം കസ്റ്റഡിയിലായത്. റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK രാജേന്ദ്രൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ PR വിനീത്, TV ശ്രീകാന്ത്, ഡ്രൈവർ P അജിത്ത് എന്നിവരും ഉണ്ടായിരുന്നു.
കളക്ടറേറ്റ് ജീവനക്കാരന്റെ ബൈക്കിൽ പെരുമ്പാമ്പിൻ കുട്ടി. രക്ഷകരായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. മുണ്ടയാട് അതിരകം സ്വദേശി അനുരംഗ് സ്ഥിരമായി സഞ്ചരിച്ചിരുന്ന ബൈക്കിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. വീട്ടിൽ നിന്നും കളക്ടറേറ്റിലെത്തി വണ്ടി നിർത്തിയിട്ട് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിനായി തിരയുമ്പോഴായിരുന്നു പാമ്പിനെ കണ്ടെത്തിയത്. തുടർന്ന് വനം വകുപ്പിനെ വിവരമറിയിക്കുകയും ആളുകളെത്തി പാമ്പിനെ പിടികൂടുകയും ചെയ്തു. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി കഴിഞ്ഞതിനാൽ അത് പുതുക്കാൻ വേണ്ടി പഴയ സർട്ടിഫിക്കറ്റ് പരിശോധിക്കുമ്പോഴാണ് ഒരനക്കം കണ്ടത്. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് പാമ്പാണെന്ന് വ്യക്തമായത്. ഉടനെ പോലീസിനെയും വനം വകുപ്പിനെയും വിവരം അറിയിക്കുകയായിരുന്നു. അപ്പോഴേക്കും വിവരമറിഞ്ഞ് വണ്ടിക്ക് ചുറ്റും ആളുകളായി. കളക്ട്രേറ്റിലെ 1-ാം നിലയിലും വണ്ടിയിൽ സ്ഥിരം സഞ്ചരിക്കുന്ന പാമ്പിനെ ഒരു നോക്ക് കാണാൻ കാഴ്ചക്കാർ ഏറെയായി. ഇത് ഞാൻ രാവിലെ എൻ്റെ വാഹനത്തിൻ്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആകാനായി. അപ്പോൾ അതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ സീറ്റ് കവർ തുറന്നിട്ടാണ് പാമ്പിനെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഉടനെ ഞാൻ പോലീസിനെ അറിയിക്കുകയും അവിടുന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് പാമ്പിനെ പിടിക്കുകയാണ് ഉണ്ടായത്. അല്ലല്ല, വീട്ടിലെ കളക്ടറേറ്റ് സ്റ്റാഫാണ് വിളിച്ചത്. പോലീസുകാർ വിളിച്ചിട്ടുണ്ടാവും. ഉണ്ടായിട്ടുണ്ടാകണം, അല്ലാണ്ട് ഇവിടെ എത്തുമ്പോൾ അവിടുന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെയല്ലേ നിർത്തുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വീട്ടിലാണ് വർക്ക് ചെയ്തത്. ഇതിനിടെ വനം വകുപ്പിൽ നിന്നും ആളുമെത്തി. ബൈക്കിന്റെ സീറ്റിനുള്ളിൽ സുരക്ഷിത സ്ഥാനം കണ്ടെത്തി കഴിയുകയായിരുന്ന പാമ്പിനെ പിടികൂടി ആകാംക്ഷയ്ക്കും ആശങ്കയ്ക്കും വിരാമമിട്ടു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാർട്ടി സുരക്ഷയിൽ പ്രൊഫഷണൽ കൊട്ടേഷൻ സംഘങ്ങൾ വളരുകയാണെന്ന് ഷാഫി പറമ്പിൽ MP. എരഞ്ഞോളിയിലെ ബോംബ് സ്ഫോടനത്തിന്റെ ചരട് CPM-ന്റെ കയ്യിലെന്നും പോലീസിന് സ്വതന്ത്രമാക്കി വിടണമെന്നും ഷാഫി പറമ്പിൽ. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി. KSU കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടി. ജലപീരങ്കി പ്രയോഗവും അറസ്റ്റും. ഇന്ന് ദേശീയ വായനാ ദിനം. വായനയുടെ മാധുര്യത്തെ മലയാളികൾക്ക് പകർന്നു നൽകിയ PN പണിക്കരുടെ ചരമദിനത്തിൽ സ്കൂളുകളിൽ വായനാ മത്സരങ്ങൾ. വാരം UP-യിലും കൂടാളി രാമഗുരു സ്കൂളുകളിലും വിവിധ പരിപാടികൾ. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ-പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം, 5 നിലകൾ, 10,000 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ്. മൈജി ഫ്യൂച്ചർ കണ്ണൂർ താണയിൽ. ഹോം അപ്ലയൻസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ, കിച്ചൺ അപ്ലയൻസ് എന്നിവയുടെ കണ്ണുതള്ളുന്ന കളക്ഷൻ, കണ്ണുതള്ളുന്ന വിലക്കുറവിലും ഓഫറുകളിലും. കണ്ണുതള്ളുന്ന ഷോപ്പിംഗ് എക്സ്പീരിയൻസുമായി മൈജിയുടെ ബിഗ്ഗസ്റ്റ് ഫ്യൂച്ചർ ഷോറൂം കണ്ണൂർ താണയിൽ. നമ്മുടെ കണ്ണൂരിന്റെ ഫ്യൂച്ചർ ഇനി വേറൊരു റേഞ്ച് ആവുകയാണ്.
ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും ഇതുവരെ കാണാത്ത കളക്ഷനുമായി മൈജി ഫ്യൂച്ചർ ഇപ്പോൾ കണ്ണൂർ താണയിൽ. കണ്ണൂരിന്റെ കണ്ണു തള്ളും. ആഘോഷങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടേണ്ടവയാണ്. അതിനെ മനോഹരമാക്കാൻ ലോകം അംഗീകരിച്ച റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയം. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതാജി റോഡ് ഷോറൂമിൽ നിന്നും ന്യൂ ബസ് സ്റ്റാൻഡ് താവക്കരയിലെ നവീകരിച്ച ഈ സ്വർണ്ണ ശേഖരത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവത്തിനൊപ്പം 2% മുതൽ മേക്കിംഗ് ചാർജിൽ തുടങ്ങുന്ന ആഭരണങ്ങളുടെ ഏറ്റവും വലിയ നിര. കൂടാതെ മനസ്സിനിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാൻ ഗോൾഡൻ ബ്ലൂം, ഗോൾഡൻ ഗ്ലോ സ്കീമുകൾക്കൊപ്പം വിലയുടെ വെറും 3% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്കായി തുറന്നു പ്രവർത്തിക്കുന്നു മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തയിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങളിൽ പ്രതിഷേധിച്ച് KSU കണ്ണൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് ലാത്തി വീശിയെന്നാരോപിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. അറസ്റ്റ് ചെയ്ത KSUക്കാർ വാഹനത്തിൽ കയറാൻ വിസമ്മതിച്ചതും സംഘർഷത്തിൽ കലാശിച്ചു. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. പ്രവർത്തകർ വടികളും ചെരുപ്പും വലിച്ചെറിഞ്ഞു. അധിക ബാച്ചുകൾ അനുവദിച്ചു. മലബാറിലെ +1 സീറ്റ് വിഷയം അടിയന്തരമായി പരിഹരിക്കുക. കണ്ണൂർ യൂണിവേഴ്സിറ്റി 4 വർഷ ബിരുദ കോഴ്സിന്റെ മുഴുവൻ സെമസ്റ്റർ സിലബസും അടിയന്തരമായി പ്രസിദ്ധീകരിക്കുക. ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കിയ വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി പിൻവലിക്കുക. സ്കോളർഷിപ്പുകൾ, ഗ്രാന്റ്സ് എന്നിവ വിദ്യാർത്ഥികൾക്ക് ഉടൻ ലഭ്യമാക്കുക. വിദ്യാഭ്യാസ മേഖലയോടുള്ള സർക്കാർ അനാസ്ഥ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കലക്ട്രേറ്റ് മാർച്ച്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ചും നല്ല ബോധ്യമുണ്ട്, മന്ത്രിയെ കുറിച്ച് അതിനേക്കാൾ നല്ല ബോധ്യമുണ്ട്. ആ രീതിയിലൊക്കെ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഒരു സൗകര്യം ഒരുക്കുന്നില്ല. +1 വിഷയവുമായി ബന്ധപ്പെട്ട് മലബാർ മേഖലയിലെ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ വലിയ ആശങ്കയും പ്രയാസവും പങ്കുവെക്കുമ്പോൾ പോലും അതിനോടൊക്കെ മുഖം തിരിക്കുന്ന സമീപനം ഈ സർക്കാർ സ്വീകരിക്കുകയാണ്. വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ തീരുമാനമെങ്കിൽ അവരെ തെരുവിൽ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് KSU വരും ദിവസങ്ങൾ മുന്നോട്ട് പോകും. ഒരു തർക്കവും അക്കാര്യത്തിൽ വേണ്ട. ഈ സംസ്ഥാനത്തെ വിദ്യാർത്ഥി അവകാശ സമര പോരാട്ടങ്ങളെല്ലാം നേടിയെടുത്ത് ഇന്ന് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന എല്ലാ അവകാശങ്ങളും KSUവിനോട് നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ അത് സംരക്ഷിച്ച് മുന്നോട്ട് പോകാനും KSUവിന് നന്നായിട്ടറിയാം. അത് ഈ നാട്ടിലെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് വരും ദിവസങ്ങളിൽ ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ജില്ലാ പ്രസിഡന്റ് അതുൽ MC അധ്യക്ഷത വഹിച്ചു. ഫർഹാൻ മുണ്ടേരി, ആകാശ് ഭാസ്കരൻ, രാകേഷ് ബാലൻ, അഷിത് അശോകൻ, ഹരികൃഷ്ണൻ പാളാട്, അർജുൻ കോറം, അമൽ തോമസ്, അനഘ രവീന്ദ്രൻ, റിസ്വാൻ CH തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ACP സിബി ടോമിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം കലക്ട്രേറ്റ് പരിസരത്ത് നിലയുറപ്പിച്ചിരുന്നു. അമൃതം 2024 ക്യാൻസർ അതിജീവിതരുടെ ഒത്തുചേരൽ ജൂൺ 22-ന് തലശ്ശേരിയിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ, ജില്ലാ പഞ്ചായത്ത്, തലശ്ശേരി മുനിസിപ്പാലിറ്റി, കണ്ണൂർ ജില്ലാ ക്യാൻസർ കൺട്രോൾ കൺസോർഷ്യം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ജൂൺ 22-ന് തലശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ അമൃതം 2024 എന്ന പേരിൽ അർബുദ അതിജീവിതരുടെ സംഗമം നടക്കുന്നത്. സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. 2014 മുതൽ 2028 വരെയുള്ള കാലയളവിൽ ചികിത്സ സ്വീകരിച്ച് രോഗമുക്തരായി സാധാരണ ജീവിതം നയിക്കുന്ന 700ഓളം ക്യാൻസർ അതിജീവിതരും അവരുടെ കുടുംബാംഗങ്ങളും കൂട്ടിരിപ്പുകാരും ആരോഗ്യ പ്രവർത്തകരും സംഗമത്തിൽ ഒത്തുചേർന്നു. അവരുടെ അനുഭവങ്ങൾ പങ്കിടാനുള്ള വേദി കൂടിയായിരിക്കും ഈ ഒത്തുചേരലെന്ന് ഡോക്ടർ ചന്ദ്രൻ K. നായർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2014 തൊട്ട് 2018 വരെയുള്ള കാലയളവിൽ അർബുദ രോഗം വന്ന് ചികിത്സ കംപ്ലീറ്റ് ആയി അതിൽ നിന്ന് മുക്തി നേടിയവരുടെ ഒരു 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 മീറ്റിംഗാണ്. അതായത് നമ്മൾ ഓരോ 2 വർഷം കൂടുമ്പോൾ ഈ പരിപാടി സംഘടിപ്പിക്കാറുണ്ട്. അമൃതം എന്നാണ് അതിന് പേര്. ഓരോ വർഷം അത് തന്നെയാണ് പേര്. അപ്പോൾ അതിന് മെയിൻ ഒരു ഉദ്ദേശം എന്താ പറഞ്ഞാൽ ഇവർ ഒരു 2000-ഓളം ആൾക്കാർ വന്നു ചേരും. അതായത് ഹോസ്പിറ്റൽ സ്റ്റാഫല്ല, മെയിൻലി പേഷ്യൻസും അവരുടെ ബന്ധുക്കളും. അപ്പോൾ അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു,
അതെല്ലാം തരണം ചെയ്ത് അവർക്ക് പഴയ അവസ്ഥയിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും പറ്റി. അതുകൂടാതെ അവർ സക്സസ്ഫുള്ളി, അതായത് വിജയകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അവരെല്ലാം. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ ബാക്കിയുള്ളവർക്ക് പങ്കുവെക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. അതിന് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം ചിലപ്പോൾ അറിയുന്നുണ്ടാവും, ഈ ക്യാൻസർ വന്നാൽ പലതരം ഓൾട്ടർനേറ്റീവ് ചികിത്സകളും തേടി ആൾക്കാർ പോവാറുണ്ട്. അത് ഇപ്പം കുറച്ച് കുറവാണ്, എന്നാലും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ രീതികളിലേക്ക് പോകുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരുപാട് പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ക്യാൻസർ കണ്ടുപിടിച്ചിട്ട് അവർ നമ്മൾ എടുത്തെത്തുമ്പോഴേക്ക് വളരെ മൂർച്ഛിച്ച അവസ്ഥയിൽ കാണാറുണ്ട്. സാധാരണ കണക്കിൽ നമ്മുടെ കണക്ക് പ്രകാരം ഏകദേശം 60% ക്യാൻസറുകളും നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും, രോഗികൾ എത്തുമ്പോഴേക്ക് മൂർച്ഛിച്ച അവസ്ഥയിലാണ് കാണാറുള്ളത്. അതിന് ഒരു പ്രധാന കാരണം, അത് തന്നെയാണ് കാരണം എന്നല്ല പറഞ്ഞത്, ഒരു പ്രധാന കാരണം നമ്മൾ കണ്ടുവന്നത് അശാസ്ത്രീയമായ ചികിത്സാ രീതികളിലേക്ക് ആദ്യം അവർ പോകുന്നു. അപ്പോൾ ആദ്യം ചിലപ്പോൾ എന്തെങ്കിലും അവർക്ക് മാനസികമായിട്ട് ഇത് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ നാച്ചുറലി അത് അശാസ്ത്രീയമായതുകൊണ്ട് തന്നെ അവർ അസുഖം മൂർച്ഛിക്കുകയും നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്യുന്നു. അപ്പം ചിലപ്പോൾ ഈ മൂർച്ഛിച്ച അവസ്ഥയിൽ അവരെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാൻസർ കണ്ടുപിടിച്ച ഉടനെ ശാസ്ത്രീയമായ ചികിത്സ അവലംബിക്കണം എന്നുള്ളൊരു സന്ദേശവും കൂടെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പർപ്പസ് ഇതിനുണ്ട്. കാലത്ത് 9 മണി മുതൽ 3 മണി വരെ നടക്കുന്ന സംഗമം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അതിജീവിതരെ ഓൺലൈനായി അഭിസംബോധന ചെയ്യും. സ്പീക്കർ AN ഷംസീർ ചടങ്ങിൽ നേരിട്ട് സംബന്ധിക്കും. കഥാകൃത്ത് T പത്മനാഭൻ മലബാർ ക്യാൻസർ സെന്ററിലെ അതിജീവിതരുടെ അനുഭവങ്ങൾ അടങ്ങുന്ന സായുജ്, ആരോഗ്യ പ്രവർത്തകരുടെ രോഗി പരിചരണ അനുഭവങ്ങൾ അടങ്ങുന്ന സമർപ്പൺ എന്നീ 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യും. ചെണ്ടവിദ്വാൻ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, സിനിമാ താരം നദിയ മൊയ്തു, ഗായിക സയനോര ഫിലിപ്പ് തുടങ്ങി സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ ശരത്, ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ T അനിത, വിജിലൻസ് ഓഫീസർ PK സുരേഷ്, ഡോക്ടർ AP നീതു, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി KV മുകുന്ദൻ, KCC പ്രസിഡന്റ് പുതുക്കുടി നാരായണൻ എന്നിവരും പങ്കെടുത്തു. 1982-92 കാലയളവിലെ കണ്ണൂർ ജില്ലാ പോലീസ് വോളിബോൾ ടീമിന്റെ സംഗമം കണ്ണൂരിൽ നടന്നു. TV അരുണാചലം പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ KV ധനേഷ് മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. വോളിബോൾ ടീമിലും പോലീസ് വോളിബോൾ ടീമിലും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ ടീമിലും കളിച്ച വളരെയേറെ പ്രാഗൽഭ്യം തെളിയിച്ച കളിക്കാരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ആ സമയത്ത് ഞാനൊരു കളിക്കാരനല്ലെങ്കിലും ഇവരെയൊക്കെ തന്നെ റെഫറി ചെയ്ത ഒരാളാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ റെഫറി ചെയ്ത ഒരാളാണ്. ആ ഒരു അനുഭവം അന്നത്തെ വളരെ കണ്ണൂർ ജില്ലാ പോലീസ് ടീം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ജില്ലയിലെ ചാമ്പ്യന്മാരായിട്ടുണ്ട്. ഒരു സ്ട്രോങ് ടീമാണ്. പ്രസാദ് വള്ളച്ചാൽ, മക്രേലി, നിങ്ങളെ ജില്ലാ പോലീസ് ടീം, മട്ടൺ കോളേജ്, ഈ 4 ടീമുകളായിരുന്നു. അന്ന് പേരാവൂർ ടീം അന്നേരം ആ സമയത്തില്ല, പിന്നീടാണ് പേരാവൂർ ടീം. പക്ഷേ VT കോളേജ് പേരാവൂർ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവരോടൊക്കെ കടപിടിച്ച് നിൽക്കുന്ന ടീമാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സമയത്തൊക്കെ നല്ല ഒരു അന്തരീക്ഷമായിരുന്നില്ല, രാഷ്ട്രീയ അന്തരീക്ഷമായിരുന്നില്ല കണ്ണൂർ ജില്ലയിൽ. ആ രാഷ്ട്രീയ അന്തരീക്ഷത്തെ മാറ്റിമറച്ചുകൊണ്ട് ഒക്കെ പോലീസിനെ ജനങ്ങളുടെ ഇടയിലേക്ക് സ്നേഹവും സാഹോദര്യവും സൗഹൃദവും വളർത്താൻ വേണ്ടി ഏറ്റവും ഉപകരിച്ചത് ഗ്രാമപ്രദേശങ്ങളിൽ കണ്ണൂർ ജില്ലയിലെ പോലീസ് ടീം അംഗങ്ങളായിരുന്നു. അതിൽ ആ സമയത്ത് കളിച്ച എല്ലാവരും ജനങ്ങളുമായിട്ട് വളരെയേറെ, ഗ്രാമപ്രദേശങ്ങളിൽ ജനങ്ങളുമായിട്ട് വളരെയേറെ ഇഴകി ചേർന്നുകൊണ്ട് ഓരോ കളിക്കാരൻ്റെ പേരും ഗ്രാമപ്രദേശത്തുള്ള വോളിബോളിൻ്റെ സ്നേഹികൾക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ ജനകീയവൽക്കരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഓരോരുത്തരും സാധിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിലെ മറ്റ് വിജയങ്ങൾക്ക് എപ്പോഴും അതൊരു പ്രചോദനമായിരിക്കും. ദാമോദരൻ പാടിയോട്ടുംചാൽ അധ്യക്ഷത വഹിച്ചു. EM ബേബി, ചിറ്റാരിപ്പറമ്പ് പത്മനാഭൻ, മട്ടന്നൂർ ചന്ദ്രൻ, സുമിത്രൻ കണ്ടോത്താൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ ഫുട്ബോൾ മുൻ ടീം ക്യാപ്റ്റൻ KV ധനേഷ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ചാക്കോ M മാത്യു ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. ഇന്ന് ദേശീയ വായനാ ദിനം. വായനാ ദിനത്തിന്റെ ഭാഗമായി പുഴാതി രാമഗുരു UP സ്കൂളിൽ പ്രധാന അധ്യാപിക കുട്ടികൾക്ക് വായനാ ദിനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ക്ലാസ് എടുത്തു. തുടർന്ന് മലബാർ ഡിബായ സംഘത്തിന്റെ മുഹമ്മദ് കോയ പ്രധാന അധ്യാപികയ്ക്ക് ബുക്കുകൾ നൽകി. സ്കൂളിലെ ഷീബ ടീച്ചർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മലർവാടി ബാലസംഘത്തിന്റെ വക നിങ്ങളുടെ ലൈബ്രറിയിൽ വായനയ്ക്ക് ഉപയോഗിക്കുന്ന 5 പുസ്തകങ്ങളുടെ കിറ്റ് HMന് കൊടുക്കുന്നതാണ്. അത് നൽകുവാനാണ് ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത്.
ബഹുമാനപ്പെട്ട HM-ഉം അതുപോലെ തന്നെ ടീച്ചേഴ്സും ഈ ഉപഹാരം അംഗൻവാടി ബാലസംഘത്തിൻ്റെ വലയിലുള്ള ഈ ഉപഹാരം സ്വീകരിക്കണമെന്നും അത് ഉപയോഗപ്പെടുത്തണമെന്നും ഇതിനുമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ അവസരം തന്ന വായനയുടെ പ്രാധാന്യത്തെയും മഹത്വത്തെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു വായനാ ദിനം കൂടി. പുസ്തകങ്ങളുടെയും വായനയുടെയും ഈ പുതിയ ലോകത്തും വായനാ ദിനത്തിന്റെ പ്രാധാന്യം കുറയുന്നില്ല എന്ന് തന്നെയാണ് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നത്. വായിച്ചു വളരുക എന്ന ആഹ്വാനം ചെയ്ത് വായനയുടെ മാധുര്യത്തെ മലയാളികൾക്ക് പകർന്നു നൽകിയ PN പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. 1995 ജൂൺ 19 അദ്ദേഹം വിട പറഞ്ഞത്. വീടുകളിൽ പുസ്തകങ്ങൾ എത്തിച്ച് വായനയിലൂടെ വിവേകം നേടാൻ പൊതുവായിൽ നാരായണ പണിക്കർ ആളുകളെ പഠിപ്പിക്കുകയായിരുന്നു. വായനയെക്കുറിച്ച് നിരന്തരം സംസാരിക്കുകയും ചെയ്തു. ഒരു വ്യക്തി തന്റെ ചുറ്റുപാടുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ചിന്തിക്കുന്നതിനും പ്രതികരിക്കുന്നതിലുമെല്ലാം വായനാശീലത്തിന് വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വിദ്യാലയങ്ങളിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് പരിപാടികൾ സംഘടിപ്പിക്കുകയും വായനയുടെ പ്രാധാന്യത്തെ അനുസ്മരിക്കുകയും ചെയ്തിരുന്നു. ജൂൺ 19 മുതൽ 25 വരെ വായന വാരാചരണമായും ഇന്നും സ്കൂളുകളിൽ ആചരിച്ചു വരുന്നുണ്ട്. വാരം UP സ്കൂളിൽ ജൂൺ 19 വായനാ ദിനം. മാസാചരണത്തിന്റെയും വിദ്യാരംഗം കലാസാഹിത്യവേദി വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. പ്രമുഖ കവിയും എഴുത്തുകാരനും നാടകകൃത്തും ദേശീയ അവാർഡ് ജേതാവുമായ ജിജേഷ് കൊറ്റാളി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വിഷമത്തോടു കൂടി ആകെ ഞാനിങ്ങനെ നിൽക്കുകയാണ്. എന്താണ് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്? അപ്പം നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ കട്ടിയുള്ള ചോദ്യം ചോദിച്ച് നിങ്ങളെ കുഴപ്പിക്കും. നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. ഒരിക്കലും അങ്ങനെയുള്ള ചോദ്യമല്ല. നിങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥ വായിച്ചിട്ടുണ്ടോ? നീ വായിച്ചിനി? അന്ന് നീ പറഞ്ഞട്ടെ. ഇതാ പുസ്തകം തിരിക്കുന്നുണ്ട്, ഞാൻ വായിച്ചു. എന്തെങ്കിലും കഥ വായിച്ചാൽ പറഞ്ഞ സമ്മാനമുണ്ട്. നിതിമാഷന്റെ ഇപ്പൊ ഞാൻ കൊടുത്തോളൂ മേജിക്ക് 10 മിനിറ്റ് ആളിച്ചിനി. അതിലൊക്കെ ഒരൊറ്റ കഥാപാത്രം പറ. മജിത 10 കഥാപാത്രമാണോ? ആട് കഥാപാത്രമാണോ? ആണോ അല്ലയോ? മാഷവാൻ ഇവിടെ ഉറപ്പുണ്ട്. അപ്പൊ ആദ്യത്തെ സമ്മാനം പോലും. നവീകരിച്ച സ്കൂൾ ലൈബ്രറിയുടെ ഉദ്ഘാടനം പ്രമുഖ കവിയും സാഹിത്യകാരനുമായ രതീശൻ ചെക്കിക്കുളം നിർവഹിച്ചു. PTA പ്രസിഡന്റ് KC രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് AO ശ്രീ SRG കൺവീനർ M പ്രീന എന്നിവരും പങ്കെടുത്തു. ലൈബ്രറി പുസ്തക വിതരണോദ്ഘാടനം മദർ PTA പ്രസിഡന്റ് അജിത നിർവഹിച്ചു. CO രഞ്ജിനി, K തുഷാർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വിദ്യാരംഗം ടീച്ചർ കോർഡിനേറ്റർ സനില ഇ, അഞ്ജു, ഹിറാഷ്, വിഷ്ണു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വായനാ വാരം ഉദ്ഘാടനവും കണ്ണൂർ ജില്ലയിലെ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പുരസ്കാരം നേടിയ EPR വേശാലയ്ക്ക് ആദരവും സംഘടിപ്പിച്ചു. പ്രശസ്ത നാടക പ്രവർത്തകൻ KK സുരേഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്. അത് 97 അങ്ങനെ ആചരിക്കാൻ വേണ്ടി തുടങ്ങിയത്. അതേപോലെ സാംസ്കാരിക ജാഥ നടത്തിയിട്ടുണ്ട് 1972. അതേ മുദ്രാവാക്യം വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. അപ്പൊ കേരളമാകെ ആ പ്രവർത്തനം വ്യാപിപ്പിച്ചു. ഒരുപാട് വായനശാല പ്രവർത്തകരെ, ഗ്രന്ഥശാല പ്രവർത്തകരെ സൃഷ്ടിച്ചു. അപ്പൊ നമ്മുടെ മാഷക്ക്, വേശാല മാഷക്ക് ഇവിടെ നമ്മൾ ആദരവ് കൊടുക്കുകയാണ്. ഇതുപോലെ PN പണിക്കരെ പോലെ കണ്ണൂർ ജില്ലയിലെ തന്റെ ഗ്രാമത്തിൽ കൂടെയുള്ള ചെറുപ്പക്കാരെയൊക്കെ കൂട്ടിച്ചേർത്ത് വായനശാല സ്ഥാപിക്കുകയും അതിന്റെ പ്രവർത്തനത്തിൽ പങ്കുചേരുകയും അത് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ഭാരവാഹിയായി പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ പൊതുരാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന തലത്തിൽ വരെ എത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച് ഇന്ന് ലൈബ്രറി കൗൺസിലിന്റെ മികച്ച ഒരു ആദരവ് ഏറ്റുവാങ്ങി. ഹെഡ്മാസ്റ്റർ KV മനോജ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് EPR വേശാലയെ പൊന്നാട അണിയിച്ച് സ്നേഹോപഹാരം നൽകി ആദരിച്ചു. ഡെപ്യൂട്ടി ഹെഡ്മിസ്ട്രസ് C ഗീത ടീച്ചർ, സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി MC ശരത് പ്രഭാത്, T ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, K അനുവിന്ദ് MT, ദീപ്തി പ്രിൻസിപ്പൽ, KT റീന ഭാസ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് എന്ന വിഷയത്തിൽ ലൈഫ് 3.0 സ്മാർട്ട് കിഡ് എന്ന പേരിൽ 5 ദിവസത്തെ ശില്പശാല ആരംഭിച്ചു. എഴുത്തോല അക്കാദമി ഡയറക്ടർ KK വിനീത് ഉദ്ഘാടനം ചെയ്തു. ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബ് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു IT നിറഞ്ഞിരിക്കുന്ന ITയിലൂടെ തന്നെ മുന്നോട്ട് പോകുന്ന ലോകമാണ്.
ഈ ലോകത്ത് ഒരുപക്ഷെ IT-യുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് നിങ്ങളൊക്കെ തന്നെ. അത് കൃത്യമായി കൂടുതൽ മനസ്സിലാക്കാനും അത് ജീവിത ബന്ധമായിട്ട്, ജീവിതഗന്ധിയായിട്ട് ജീവിതവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ശേഷിയുള്ളവരാണ് ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ എന്നതുകൊണ്ട് അതിനെ മെച്ചപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ധാരാളം ക്ലബ്ബുകൾ നമുക്കുണ്ടെങ്കിലും IT അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ക്ലബ്ബാണ് ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറയുന്നത്. ഒരു വർഷം 2500 വരുന്ന കുട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 40 വരുന്ന കുട്ടികളെ 40 പേര് വരുന്ന 2 ബാച്ചുകളാണ് നമ്മുടെ കൂടാളി സ്കൂളിലുള്ളത്. കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ KV മനോജ് അധ്യക്ഷത വഹിച്ചു. KK വിനീതിന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് നടന്നത്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സ്കൂളിനും കുട്ടികൾക്കും പ്രയോജനപ്രദമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. കൈറ്റ് മിസ്ട്രി അഖില, KK നിമ്മി തുടങ്ങിയവർ പങ്കെടുത്തു. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6620 രൂപ, പവന് 52,960 രൂപ, വെള്ളി 95 രൂപ. കാലാവസ്ഥ. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. നാളെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് ഉള്ളത്. മറ്റന്നാൾ മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ 50 സെന്റിമീറ്റർ കൂടി ഉയർത്തും. തമിഴ്നാട് തീരത്ത് നാളെ രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസവും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം. ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇവയൊക്കെയാണ്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ, ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും അറിയിപ്പിലുണ്ട്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാർട്ടി സുരക്ഷയിൽ പ്രൊഫഷണൽ കൊട്ടേഷൻ സംഘങ്ങൾ വളരുകയാണെന്ന് ഷാഫി പറമ്പിൽ MP. എരഞ്ഞോളിയിലെ ബോംബ് സ്ഫോടനത്തിന്റെ ചരട് CPM-ന്റെ കയ്യിലെന്നും പോലീസിന് സ്വതന്ത്രമാക്കി വിടണമെന്നും ഷാഫി പറമ്പിൽ. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി. KSU കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടി. ജലപീരങ്കി പ്രയോഗവും അറസ്റ്റും. ഇന്ന് ദേശീയ വായനാ ദിനം. വായനയുടെ മാധുര്യത്തെ മലയാളികൾക്ക് പകർന്നു നൽകിയ PN പണിക്കരുടെ ചരമദിനത്തിൽ സ്കൂളുകളിൽ വായനാ മത്സരങ്ങൾ. വാരം UP-യിലും കൂടാളി രാമഗുരു സ്കൂളുകളിലും വിവിധ പരിപാടികൾ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.